ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ 30 വീടുകൾ പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് കിട്ടുക എന്നുള്ളതാണ്. വീടില്ലാത്ത വ്യാപാരികൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടത്തും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കട മണ്ഡലം കമ്മിറ്റി പുഴയ്ക്കാറ്ററി യൂണിറ്റിൽ നിർമ്മിച്ചു നൽകിയ ടി നസ്രുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ താക്കോൽ ദാനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. സ്വന്തമായൊരു വീട്ടിൽ അന്തിയുറങ്ങുക എന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. ഇത്തരത്തിൽ വീടില്ലാത്ത വ്യാപാരികളുടെ ഭവന സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മങ്കട മണ്ഡലം കമ്മിറ്റി പുഴയ്ക്കാറ്ററി യൂണിറ്റിൽ വരിക്കോടൻ നാസറിന് നിർമ്മിച്ചു നൽകിയ ടി നസ്രുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരിയുടെ സ്നേഹച്ചുവയുള്ള കാരുണ്യ സ്പർശമുള്ള മഹനീയമായ സാന്നിധ്യത്തിൽ ഒരുങ്ങിയ മഹനീയമായ വീട് ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെയും വീടില്ലാത്ത വ്യാപാരികൾക്ക് 16 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന പ്രഖ്യാപനം ഇന്ന് എത്തി നിൽക്കുന്നത് 30-ലധികം വീടുകളുടെ സാക്ഷാത്കാരത്തിലേക്കാണ്. നിർമ്മാണം പൂർത്തീകരിച്ച 12ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് പുഴയ്ക്കാറ്ററി യൂണിറ്റിൽ നടത്തിയത്. ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയാണ് പദ്ധതിയെ വൻ വിജയമാക്കി തീർത്തതെന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ 30 വീടുകൾ പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് കിട്ടുക എന്നുള്ളതാണ്. ഞങ്ങളെ ഒരു ഏതാപിന്നാത്മാവ് കിട്ടുന്നതിൻ്റെ അപ്പുറം ഒരു വീടില്ലാത്ത എന്നും വീടുണ്ടാക്കാൻ സാധിക്കാത്ത ഒരാള് ഒരു വീട് എന്ന് പറഞ്ഞാൽ സ്വന്തമായൊരു വീട് എന്ന് ഇയാൾക്ക് തോന്നുന്ന തരത്തിൽ ഇന്നിപ്പോൾ മലനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീടാന്ന് അയാൾക്ക് തോന്നുമല്ലോ. അതിനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് എടുത്തത്. മണ്ഡലത്തിൽ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വീട് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചത്. സ്വന്തമായൊരു ഭവനം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് സ്നേഹവീടിന് അർഹനായ വരിക്കോടൻ നാസർ. എനിക്ക് എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് എൻ്റെ പുഴക്കാട്ട് യൂണിറ്റിൻ്റെ വ്യാപാരികളും എല്ലാ വ്യാപാരം കൂടി തന്ന് വീടിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. മണ്ഡലം ഭാരവാഹികൾക്ക് എല്ലാവരും ജില്ലാ ഭാരവാഹികളും എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു, എൻ്റെ നന്ദി അറിയിക്കുന്നു. വ്യാപാരികളുടെ ഇത്തരം കാരുണ്യ പ്രവർത്തികൾ കേരളത്തിന് തന്നെ മാതൃകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുഴയ്ക്കാറ്ററി യൂണിറ്റിൽ വീട് നിർമ്മിക്കാൻ മങ്കട മണ്ഡലം കമ്മിറ്റിയുടെയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നുവെന്ന് പുഴയ്ക്കാറ്ററി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ കരീം പറഞ്ഞു. ഞങ്ങളെ പുഴക്കാട് യൂണിറ്റിന് ലഭിച്ച ഈ വീടിന് മംഗളം മണ്ഡലത്തോടും ജില്ലാ കമ്മിറ്റിയോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പദ്ധതി കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. വീടില്ലാത്ത വ്യാപാരികൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടത്തും. ഏതെങ്കിലും വ്യാപാരിക്ക് വീടില്ലെങ്കിൽ അതാത് യൂണിറ്റുകളും അതാത് മണ്ഡലങ്ങളും ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതാണ്. സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അനീസ് മക്കരപ്പറമ്പ്, സ്നേഹവീട് കൺവീനർ സാലിം കൂട്ടിലങ്ങാടി, ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ്, ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം, സ്നേഹവീട് ചെയർമാൻ മനോജ് വെങ്ങാട്, കോൺട്രാക്ടർ ബാബു, മണ്ഡലം ട്രഷറർ ഗഫൂർ രാമപുരം, ജില്ലാ സെക്രട്ടറിമാരായ എർബാദ് അസീസ്, അക്രം ചുണ്ടയിൽ, രാമപുരം വനിതാ വിംഗ് പ്രസിഡന്റ് മുഹ്സിന, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി, അബൂ താഹിർ തങ്ങൾ, പുഴയ്ക്കാറ്ററി യൂണിറ്റ് പ്രസിഡന്റ് കരീം പുഴയ്ക്കാറ്ററി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ദുരന്തകാലത്ത് വയനാടിനായി പ്രയത്നിച്ച ഷബീർ മഞ്ഞാമ്പ്രയെയും സ്നേഹവീടിന്റെ കോൺട്രാക്ടർ ബാബുവിനെയും കൺവീനർ സാലിം, ചെയർമാൻ മനോജ് എന്നിവരെയും ആദരിച്ചു. യൂത്ത് റിംഗിന്റെ ലക്കി ഡ്രോ ഭാഗ്യശാലിക്ക് പ്രോത്സാഹന സമ്മാനം കൈമാറി. വയനാടിന്റെ പുനരധിവാസത്തിനായി കൂട്ടിലങ്ങാടി യൂണിറ്റ് സമാഹരിച്ച 1,55,000 രൂപയും ചടങ്ങിൽ കൈമാറി. വീടിന്റെ തറക്കല്ലിടൽ മുതൽ താക്കോൽദാനം വരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരുടെ അഹോരാത്രമായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ചുരുങ്ങിയ കാലയളവിൽ വീട് നിർമ്മിച്ചു നൽകാനായത്. വ്യാപാരികളുടെ ഈ പ്രവൃത്തിക്ക് നിറഞ്ഞ കയ്യടിയാണ് നാട്ടുകാർ നൽകുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.